സോ ഹായ് ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു റയർ ഗെയിമർ. അപ്പോൾ നമ്മളിന്നൊരു പുതിയ ഗെയിമായി വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് blocks.io എന്ന് പറഞ്ഞ ഗെയിമാണ്. ഇതൊരു മൈൻക്രാഫ്റ്റ് ടൈപ്പ് ഗെയിമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഞാൻ ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിങ് മാറ്റി വെച്ചിട്ട് ഇതൊക്കെ കളിക്കണേന്ന്. ക്രാഫ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ കളി എനിക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ അത് കളിക്കണേ. അപ്പോൾ ക്രാഫ്റ്റിംഗ് ബിൽഡിങ് നമുക്ക് വേറെ ദിവസം കളിക്കാം. അപ്പോൾ ഇത് എൻ്റെ ഓൺ വേൾഡ്, ഇതിൽ ആരുമില്ല, ഞാൻ തന്നെ ഉണ്ടാക്കിയ വേൾഡായിട്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് പിന്നെ ഒരു ഓൺലൈൻ ഗെയിമും മൾട്ടിപ്ലെയർ ഗെയിമും ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്കിത് പ്ലേ സ്റ്റോറിൽ നിന്നും ക്രേസി ഗെയിംസ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിലൊക്കെ പോയിട്ട് നിങ്ങൾക്കിത് കളിക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് വുഡാണല്ലോ ബേസിക് യൂണിറ്റ് എല്ലാ ഗെയിം തുടങ്ങുമ്പോൾ തന്നെ. അപ്പോൾ വുഡ് നമുക്ക് ബാഗ് എടുക്കണം. വുഡ് എടുത്തിട്ട് ആദ്യം നമുക്ക് ഒരു സ്വോർഡും പിന്നെ ഒരു പിക്കാക്സ് ഉണ്ടാക്കണം. പിക്കാക്സ് ഉണ്ടാക്കിയ ശേഷം നമുക്ക് ആർമറൊക്കെ ഉണ്ടാക്കാം വുഡ് വെച്ചിട്ട്. നമുക്ക് ആദ്യം വുഡൻ പ്ലാങ്ക്, മേപ്പിൾ വുഡൻ പ്ലാങ്ക് അത് ചെയ്തിട്ട് അത് പെട്ടെന്ന് കട്ടാക്കി കളഞ്ഞതാണ്. ഓക്കെ, ക്ഷമിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് മേപ്പിൾ പ്ലാങ്ക്സ് 8 മേപ്പിൾ പ്ലാങ്ക്സ് കിട്ടിയിട്ടുണ്ട്. വെച്ചാൽ ഒരു വുഡൻ ബ്ലോക്കിന് 4 മേപ്പിൾ പ്ലാങ്ക്സ് ആണ്. അങ്ങനെയാണ് നമുക്ക് കിട്ടുക. നമുക്കിപ്പോൾ 2 വുഡൻ ബ്ലോക്ക്സ് കിട്ടിയപ്പോൾ 8 മേപ്പിൾ പ്ലാങ്ക്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കണം. ഇതാണ് നമ്മളുടെ പിഗ്ഗീസ്, ഇറിക്സം പിഗ്. എൻ്റെ പെറ്റാണ്, വെറുതെ ഞാൻ ഒന്നും കൊടുക്കാറില്ല, എന്നാലും എൻ്റെ പിന്നാലെ നടക്കും. ഓക്കെ, പക്ഷേ ഇതിൻ്റെ കൂടൊക്കെ ഞാൻ ഇന്നത്തെ വീടുണ്ടാക്കിയ ശേഷം അടുത്ത പാട്ടിൽ ഞാൻ ഇതിൻ്റെ കൂടൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത പാട്ടിൽ അതിൻ്റെയൊക്കെ പരിപാടിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കുന്നത് ക്രാഫ്റ്റിംഗ് ടേബിൾ ഞാൻ ഉണ്ടാക്കി. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 16 മേപ്പിൾ പ്ലാങ്ക്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഇപ്പോൾ ഇതിൽ ക്രാഫ്റ്റിംഗ് ടേബിൾ അല്ല, വർക്ക് ബെഞ്ചാണ്. അപ്പോൾ വർക്ക് ബെഞ്ച് നമ്മൾ ഉണ്ടാക്കി. ഇനി നമുക്ക് വേണ്ടത് എന്ത് വേണം? സ്വാഡ് എടുക്കാം. ഒരു സ്വാഡ് എടുത്തു, ഒരു പിക്കാക്സ്, 2 പിക്കാക്സ്. ഇനി ഹെൽമെറ്റ് എടുക്കാം. ഹെൽമെറ്റ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞു. ഹെൽമെറ്റ് ഇപ്പോൾ നമുക്ക് തൽക്കാലം വയ്ക്കാം. ഇനി നമുക്ക് കുറച്ചുകൂടി വുഡ് കണ്ടുപിടിക്കണം. പിന്നെ എൻ്റെ ഫ്രണ്ട് ഇത് പറഞ്ഞു, ഇതിൽ നമുക്ക് ഗൺസൊക്കെ എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഈ ലോബിയുടെ ഹെഡായാൽ മാത്രമേ നമുക്ക് ഗൺസൊക്കെ ആക്സസിബിൾ ആവുള്ളൂ. അത് ചെയ്ത് നമുക്ക് ഗൺസൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് അവൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്കതും ട്രൈ ചെയ്ത് നോക്കണം. ഇന്ന് വീഡിയോയിൽ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ നമ്മൾ നോക്കുന്നതായിരിക്കും. ഷീപ്പൊക്കെ എയറിലടാ, അത് ഗ്ലിച്ചാണോ? ഷീപ്പൊക്കെ എയറിൽ പൊങ്ങി നിൽക്കണു. ഓക്കെ, കുഴപ്പമില്ല, നമ്മൾ കളി പോവാണ്. ഓക്കെ, നമുക്ക് വുഡ് കുറച്ച് വേണം. ഞാൻ കുറേ നേരം ട്രീ നോക്കി നടന്നു, പക്ഷെ കിട്ടിയില്ല. അതുകൊണ്ട് ഇതാണ് ഇവിടുത്തെ 2 ട്രീ ഉള്ളൂ ഇവിടെ. അതാണെന്ന് തോന്നുന്നു, എനിക്ക് 2 ട്രീ ഉള്ളൂ എന്ന് തോന്നുന്നു ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ വുഡ് വേണം. വുഡ് മസ്റ്റ്. ഓക്കെ, പിന്നെ ഈ വുഡൻ പിക്കാക്സ് സത്യം പറയാലോ മെയിൻലി സ്റ്റോണൊക്കെ പൊട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ വുഡിൽ ഒരു എഫക്റ്റ് ഒന്നും ഇല്ല ഇതിൽ. അപ്പോൾ വുഡ് നമുക്ക് വെറുതെ ഞാൻ ഒന്ന് പൊട്ടിക്കാന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അത്യാവശ്യം വുഡ് കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ചെയ്യാൻ പോകേണ്ടത്, നമുക്ക് കുറച്ചുകൂടി മേപ്പിൾ പ്ലാങ്ക്സ് ഒക്കെ ക്രാഫ്റ്റ്. അല്ല, എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ എവിടെ പോയി? നമ്മൾ ഒരെണ്ണൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ പെട്ടെന്ന് കാണാതെ പോയി. ഓക്കെ, നമ്മളിനി കുറച്ച് മേപ്പിൾ പ്ലാങ്ക്സ് 24 മേപ്പിൾ പ്ലാങ്ക്സ് നമുക്ക് കിട്ടി. ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ സ്ഥലത്ത് വയ്ക്കാം. അവിടെ വെച്ചു. തുറന്നിട്ട് നമുക്കിനി ഒരു ജാക്കറ്റ്, പിന്നെ ഒരു സാധനം ലെഗിങ്സ്, വുഡ് ലെഗിങ്സ് വരെ ഞാൻ ഉണ്ടാക്കി. ഓക്കെ, വുഡ് ലെഗിങ്സ് ഞങ്ങളോട് കയറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഷൂ ഉണ്ടാക്കണമല്ലോ. ഉണ്ട് ഷൂ ഉണ്ടാക്കണതുണ്ട്. ഷൂ ഫിറ്റൊക്കെ നമ്മളൊരു ആർമറും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇടയിലുള്ള കാര്യങ്ങൾ ഒരു മേപ്പിൾ പ്ലാങ്ക്, പിന്നെ ആർമർ, പിന്നെ ഒരു സ്വാഡും ഒരു പിക്കാക്സും, ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമുക്ക് കളി തുടങ്ങാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഒക്കെ കിട്ടിയിട്ടുണ്ട്. വുഡ് പിക്കാക്സ്. ഓക്കെ, നമുക്കിനി സ്റ്റോൺ എടുക്കാൻ പോകണം. സ്റ്റോൺ എടുക്കണ ഈസി ആയിട്ടത് ഞാൻ കാണാനുള്ളത്. കുറേ പേര് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഒരു സ്റ്റെപ്പ് പോലെ അടിയിലേക്ക് ഉണ്ടാക്കി കൊണ്ടുപോകും. സത്യം പറയാലോ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അത് ഈസി കയറി വരാനാണ്. ഇതുപോലെ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ പോയാൽ കയറി വരാൻ പറ്റില്ല എന്ന് അവരുടെ ചിന്ത. പക്ഷേ എൻ്റെ ചിന്ത അങ്ങനെയല്ല, നമുക്കിത് ഈസി കയറി വരാൻ പറ്റും. ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്.
ധാരാളം സ്റ്റോൺ കിട്ടി. ഇതാണ് ഈസി വേ. ആ സ്റ്റെപ്പ് ഉണ്ടാക്കി പോകുന്ന കാര്യം 2 ബ്ലോക്സ് അല്ലെങ്കിൽ 3 ബ്ലോക്സ് ഇങ്ങനെ വെട്ടി ഓരോ ലെയറിൽ വെട്ടി പോകുമ്പോഴേക്കും കുറേ സമയം പിടിക്കും. ഇത് നമുക്ക് വേഗം ഇങ്ങനെ വെട്ടി പോയിട്ട് സ്റ്റോൺസ് എത്ര വേണോ അത്ര സ്റ്റോൺസ് എടുത്ത് വരാം. ഞാൻ കാണിച്ചു തരാം എങ്ങനെ വരേണ്ടത്. കുറേ പേർക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന്. അപ്പോൾ ഇതാണ് ഫാസ്റ്റസ്റ്റ് മെത്തേഡ് ടു ഗെറ്റ് സ്റ്റോൺസ് ആൻഡ് ഗോ ബാക്ക് ടു ലാൻഡ്. ഇതാണ് ഫാസ്റ്റസ്റ്റ് മെത്തേഡ് മൈൻ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിപ്പോൾ സർവൈവലാണ്. പിന്നെ ഈ ഗെയിമിൽ നമ്മുടെ ബാക്കിയുള്ള മൈൻക്രാഫ്റ്റ് ഗെയിംസ് പോലെ സ്കെൽറ്റൻസോ ഇതൊന്നുമില്ല. എന്നുവെച്ചാൽ സ്കെൽറ്റൻസും സോംബീസും ഉണ്ട്, പക്ഷേ മൈനുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ നമുക്ക് ഇപ്പോൾ നൈറ്റായി അതുകൊണ്ട് ഇങ്ങനെ സർവൈവലായിക്കൊണ്ട് എന്താ പറയുക സ്കെൽറ്റൻസും സോംബീസും പിഗ്ലിങ്സും ഒന്നും വരില്ല. ഇതിലാ പരിപാടിയില്ല. ഇതിൽ ഉപദ്രവിക്കുന്നത് മൈനിലത്തെ സ്കെൽറ്റൻസ് സോംബീസ്, പിന്നെ ഉപദ്രവിക്കുന്നത് ഗൊറില്ലാസ്. കാട്ടിൽ ഇതിലൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ചില മാപ്പിലൊക്കെ കാട്ടിൽ തിക്ക് ഫോറസ്റ്റിലൊക്കെ ഈ ഗൊറില്ലാസ് ഉണ്ടാവും. അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു മാംഗോ ടൈപ്പ് ഗ്രനേഡ് ഉണ്ട്, അത് നമ്മളുടെ മേലേക്ക് എറിയും. അത് പൊട്ടും ചെയ്യും, നമ്മൾ ചാവും ചെയ്യും. അതാണ് ഗൊറില്ലാസ്. ഇനി വേറെ നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന കാര്യമാണ് റെയിൻഡിയർ ഇങ്ങനെ ഫോറസ്റ്റിലൊക്കെ ഉണ്ടാവും. അത് വെറുതെ പോയി നമ്മളതിനെ ചൊറിയാൻ നോക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ കാര്യമായിട്ട് ഞാനിപ്പോൾ നോക്കണേ. പക്ഷെ നമുക്കത് കുറച്ച് കഴിഞ്ഞ് നോക്കാം. അവൻ പറഞ്ഞത് നമുക്ക് എന്തോ ചെയ്യണമെന്നാണ്. എനിക്കൊന്നും മനസ്സിലാവില്ല എന്താ ചെയ്യണമെന്ന്. പക്ഷെ നമുക്കത് കുറച്ച് കഴിഞ്ഞ് നോക്കാം. ആ തോക്കൊക്കെ കിട്ടാൻ വേണ്ടി എന്തോ പറഞ്ഞു അവൻ. ഞാൻ ആ മെസ്സേജ് ഇട്ടിട്ട് പിന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ടെലിപ്പോർട്ട് ടു എ ഹോം, യുവർ ഫസ്റ്റ് ചെസ്റ്റാ, എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. എന്തെങ്കിലാവട്ടെ, നമുക്ക് ആവശ്യമുള്ള സ്റ്റോണും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഇവിടെ നിൽക്കാം. അണ്ട് തിരിച്ചു പോവാം. ഇത് ഞാനിപ്പോൾ കാണിച്ചു തരട്ടാ. ഡേർട്ട് എടുക്കുക, ചാടാ, മനസ്സിലായില്ലേ? ഇതെങ്ങനെ വേറെ കയറി പോവാ. ഇതാണ് ഈസി വേ. പിഗിനെ ഞാൻ അടിയിൽ വിട്ടുണ്ടോയെന്നൊരു സംശയം, എന്നാലും കുഴപ്പമില്ല, അത് പോയാലും അത്ര. ഓക്കെ, നമുക്കിപ്പോൾ മേലെ എത്തിയിട്ടുണ്ട്. എൻ്റെ ഇരിക്സം പിഗ് എടാ ഇരിക്സം പിഗ് എൻ്റെ പിന്നാലെ കയറി വന്നൂടാ. എൻ്റെ മോനെ, ഞാൻ അടിയിൽ വെച്ച് ട്രാപ്പാക്കിയതല്ലേ അതിനെ. മേലേക്ക് കയറി വന്നത്. ഓ മൈ ഗോഡ്, എന്തൊക്കെയാണ് പറ്റുന്നത് എനിക്ക് മനസ്സിലാവില്ല. ഈ ഗെയിം കളിക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ വേണം. സോ ഗൈസ്, സോറി ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമ്മളത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞ പോലെ നമ്മൾ അങ്ങോട്ടൊക്കെ പോയിണ്ടായിരുന്നു. പക്ഷെ ഒന്നും ശരിക്കും പക്ഷെ ഒന്നും ശരിക്കും ആയില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് സർവൈവൽ അത് ഞാൻ പറഞ്ഞുതരാം ഞാൻ. അപ്പോൾ ഞങ്ങോട്ട് പോയിണ്ടായിരുന്നു, പക്ഷെ ഒന്നും ശരിയായില്ല, ഒന്നും റെഡി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹൗസ് ഉണ്ടാക്കുക. ഈ ലോബിയിൽ തന്നെ ഞാൻ ഏകദേശം കുറേ നാളായി കളിക്കണേ. അപ്പോൾ നമ്മൾ മുന്നേ ഒരു 2 ഹൗസസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റോൺ വെച്ചിട്ട് ഒരു വുഡ് വെച്ചിട്ടും. പക്ഷേ എത്ര നോക്കിയിട്ട് എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പുതിയൊരു സ്റ്റോൺ ഹൗസ് ഉണ്ടാക്കാൻ തന്നെ വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ബേസിക് വീട് ഉണ്ടാക്കും. എനിക്ക് ആവശ്യമുള്ളത് ലൈറ്റുള്ളൊരു നോർമൽ വീട്. പിന്നെ അതാണ് നമ്മളിന്ന് ഉണ്ടാക്കണം. പിന്നെ കുറച്ച് മൈൻ ചെയ്യും, കുറച്ച് ഗൺസൊക്കെ എടുക്കും. അപ്പോൾ ഗൺസിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ വന്നത്. ഗൺസ് നമുക്കിതിൽ കിട്ടും ഗൈസ്. ഒന്നും ചെയ്യണം, നമുക്കിതിൽ ഫ്രീ ആയി ഗൺസ് കിട്ടും. എന്ന് വെച്ചാൽ ഇതിൽ എല്ലാ ബ്ലോക്സും. അപ്പോൾ നമ്മൾ സർവൈവൽ കളിക്കണതുകൊണ്ടാണ് നമുക്ക് ക്രിയേറ്റീവിൽ പോയാൽ ഇതിൽ എല്ലാ സാധനങ്ങളും കിട്ടും. പക്ഷേ ഇവ നമുക്ക് ഫ്രീ ആയിട്ട് ഡയമണ്ട് ആർമർ വരെ ഇതിൽ കിട്ടും. അങ്ങനത്തെ ഗെയിമാണിത്. അപ്പോൾ നിങ്ങളൊന്ന് കളിച്ച് നോക്കുക. ഓക്കെ, എന്നിട്ട് കളിച്ചിട്ട് നല്ലതെന്ന് കമൻറ്റ് ബോക്സിൽ ഇടാം. അപ്പോൾ നമുക്ക് ഒരു വീഡിയോ ഉണ്ടാക്കണം. ഇത്ര മതി എന്തോന്ന് വലിപ്പം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടാക്കി തുടങ്ങുകയാണ്. ഉണ്ടാക്കാണ്. വെച്ചോ ആയില്ലേ? കറക്റ്റായില്ലേ? കറക്റ്റായില്ലേ? നോക്കിയേ, കറക്റ്റായില്ലേ? കറക്റ്റായി. ഓഹ് കാണില്ലൊന്നും. ഒരെണ്ണം വെച്ചോടെ. ഇനി ഈ പിഗ് മാറാതെ എനിക്ക് അവിടെ വെക്കാൻ പറ്റില്ല. കൂടി നമുക്ക് തൽക്കാലം ഇവിടെ നിന്ന് വെച്ച് പോവാം. പിഗ് മാറില്ല കേട്ടോ. ഇനി ഇതാണ് ദേഷ്യം വരണേ. അപ്പോൾ നമുക്കൊന്ന് വലിച്ചുകൊണ്ട് പോകാം. പിഗിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടി വരും. നമ്മളങ്ങോട്ട് പോവും.
എടുക്കും പിന്നെ വെക്കും തന്നെ. അപ്പോൾ വീടിൻ്റെ ബോർഡർ എന്ന് വെച്ചാൽ അടിഭാഗത്തെ ബോർഡർ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്, തറയും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വാൾസ്, അതാണ് മെയിൻ. ഓക്കെ, വാൾസ് നമുക്ക് സെറ്റാക്കണം. ഞാൻ ഫസ്റ്റ് തുടങ്ങുന്നത് ഓരോ കോർണറിൽ ഒരു ക്യൂബ് വെച്ച് തുടങ്ങിയിട്ടാണ്, ഓരോ ബ്ലോക്ക് വെച്ച് തുടങ്ങിയിട്ടാണ് പിന്നെ ബാക്കൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു വാൾ ഉണ്ടാക്കാം. സ്റ്റോണൊക്കെ ഉണ്ട്, അത്ര സ്ട്രോങ് ഉണ്ടാവും. പിന്നെ നിങ്ങളിപ്പോൾ റേസ് അപ്പോൾ ഇതിൽ അയണം നമുക്കൊക്കെ ഉണ്ട്, കോറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ മൈൻഡ് ചെയ്തെടുക്കാം. പക്ഷേ പറയണം, അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു സെക്കൻഡ് ഫ്ലോർ ഉണ്ടാക്കുന്നതായിരിക്കും. പ്ലസ് എൻ്റെ പിഗിന് വേണ്ടിയുള്ള ഒരു ഫെൻസ് പോലത്തെ സാധനം, ഫെൻസ് ഉണ്ടോയെന്ന് അറിയില്ല, ഇതിൽ വുഡൻ ഫെൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഈ ഗെയിമിൽ. ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ എന്താ പറയുക, നമ്മളിവിടെയാണ് ഡോർ വയ്ക്കാൻ ആലോചിക്കുന്നത്. ഇവിടെ ഡോർ വെച്ചാൽ നന്നായിരിക്കും എന്ന് ഞാനൊന്ന് വിചാരിക്കുന്നു. ഓക്കെ ഞാൻ അങ്ങോട്ട് പൊക്കിയിടുന്നുണ്ട്. ഓക്കെ കുറച്ച് സ്റ്റോൺസ് ആണ്, സ്റ്റോൺസ് കഴിഞ്ഞ് പോയി. എന്ത് പറ്റി? യു ആർ ഡിസ്കണക്റ്റഡ് ഫ്രം ദി സെർവർ, യുവർ സെർവർ ഇസ് റീസ്റ്റാർട്ടിങ്. ഓ മൈ ഗോഡ്, എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ കൊടുത്തു, പക്ഷെ വർക്ക് ആവണില്ല. ഫെയിൽ ടു കണക്ട് ആക്കി വന്നിട്ട് പിന്നെയും കണക്റ്റിനോട് മനസ്സിലാവണം എനിക്ക്. പിന്നെയും നോ ഈ ഗെയിം ഇവിടെ വെച്ച് നിർത്തണം ഒരാഗ്രഹമില്ല. പ്ലീസ് ഡോണ്ട് സീ ദിസ്. വർക്കാവണേ. ഓക്കെ, ക്രിയേറ്റിംഗ് ആൻഡ് ഗെയിം സെർവർ. അപ്പോൾ ഇതിൽ കുറേ പാർക്കർ കോഴ്സ് ഒക്കെ ഉണ്ട് ഈ ഗെയിമിൽ. അപ്പോൾ ഡിഫറെൻറ്റ് ലോബീസ് നമുക്ക് ചേരാം, ഡിഫറെൻറ്റ് പാർക്കർ കോഴ്സ്, 1 ബ്ലോക്ക് ചാലഞ്ച് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടാം അടുത്ത പ്രാവശ്യം എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡിഫറെൻ്റായി കളിക്കണം, അല്ലെങ്കിൽ ഇത് തന്നെ കളിച്ചാൽ മതി എന്ന്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഒക്കെ വച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ പിന്നെ ട്രൈഗൺ കൊടുത്ത് വെച്ച് നമ്മൾ ഒരു പ്രാവശ്യം പോയി നോക്കും. അതിനെങ്കിൽ ഞാൻ വിട്ടു വരും, എനിക്ക് വയ്യ. ഒരു പ്രാവശ്യം ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രാവശ്യം ഞാൻ ഒന്ന് പോയി നോക്കും. ആവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യണൊക്കെ കാര്യങ്ങളും. അയാൾ നല്ലതോ അല്ലെങ്കിൽ ഞാൻ ഗെയിം നിർത്തും. ഞാൻ പറഞ്ഞ പോലെ ഗെയിം കളിക്കണമെങ്കിൽ ഈ ഗെയിം കളിക്കണമെങ്കിൽ നല്ല ബെസ്റ്റ് ഇൻ്റർനെറ്റ് വേണം, അല്ലെങ്കിൽ ഗ്ലിച്ചാണ് ഗെയിം കളിക്കുന്നത്. എന്നാലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി അതാണ് പറ്റിയത്. ഒടുക്കത്തെ ഗ്ലിച്ചായി പോയി, എനിക്ക് ശരിക്കും ഒന്നും കളിക്കാൻ പറ്റില്ല. എൻ്റെ 1.5 മണിക്കൂർ വേസ്റ്റായി പോയി. സത്യം പറയാം, 1 മണിക്കൂർ 1.5 മണിക്കൂർ കംപ്ലീറ്റ് വേസ്റ്റായി പോയി. നമ്മൾ ഒന്നുകൂടിയും ജോയിൻ കൊടുക്കുന്നുണ്ട്. ആവണേ പ്ലീസ്. അവനിഷും ഞാൻ ബാക്ക്. എടാ ഇവിടുത്തെ വോളൊക്കെ പോയോ? പോയടാ. ഓക്കെ, ബ്ലോക്സ് നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട്, അതിന് പേടിക്കണ്ട. അതൊക്കെ പോയടാ, അതാണ് പ്രശ്നം. ഒന്ന് വരുമോ പിഗ് അവിടെ നിന്നിട്ട്? സത്യം പറയാലോ, ഞാൻ ശരിക്കും ഒരു ഹോസിനെ ടൈം ചെയ്യുന്നതാണ് വിചാരിച്ചത്. പക്ഷേ എന്തായാലും പിഗൊന്നുമില്ലേ, കുഴപ്പമില്ല. ഇവന് വേണ്ടി അടുത്ത വീഡിയോയിൽ ഞാൻ ഒരു ഫെൻസ് ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇവന് വേണ്ടിയുള്ള ഒരു ഹൗസ്, എൻ്റെ ഹൗസിൽ തന്നെ ഇവന് വേണ്ടിയുള്ള ഒരു ഹൗസ് ഞാൻ സെറ്റാക്കുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ വോൾ ഫിറ്റാക്കണം. മുന്നേ ഉണ്ടാക്കിയ വോളൊക്കെ പോയി, അതുകൊണ്ടാണ് ചെയ്യണേ. ഞാൻ ചെയ്യണേ. ഒരെണ്ണം വെച്ചു, അടുത്തത് വെച്ചു. നമ്മൾ ഇങ്ങോട്ട് വരുന്നു. വീണ് പോയി, കുഴപ്പമില്ല. ചാടി അടുത്തത് വയ്ക്കുന്നു. നമ്മൾ തിരിയുന്നു. അവിടെ എന്തോ ബ്ലോക്ക് വന്നു, കുഴപ്പമില്ല. നമ്മളത് പൊട്ടിച്ചെടുത്തു. ഇങ്ങോട്ട് തിരിയുന്നു. എന്നിട്ട് ശേഷം ഇവിടെ ഒരെണ്ണം വയ്ക്കുന്നു. നമ്മൾ ചാടി, അതല്ല ഞാൻ ബ്ലോക്കാണ് എടുക്കേണ്ടത്. ഓക്കെ, ബ്ലോക്ക് എടുത്തു. ഒരെണ്ണം വെച്ചു. ഇനി ഇത്ര വെച്ച് കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഡോർ ഫിറ്റാക്കാം, അവിടെ വെക്കണേക്കാളും. അപ്പോൾ നമുക്ക് ഡോർ ഫിറ്റാക്കണം, ഇങ്ങോട്ട് തന്നെ ഫിറ്റാക്കണം. ഒരു കാര്യം ചെയ്യും, നമുക്കിപ്പോൾ ഇവിടെ സ്പേസ് വിടാം. നടുക്കലത്തെ സ്പേസ് നമുക്ക് ഡോറിന് വേണ്ടി വിടാം. ബ്ലോക്ക്സ് ഒരു ബ്ലോക്കില്ല, എനിക്ക് സ്റ്റോൺ ബ്ലോക്ക് പറയാനുള്ള തൽക്കാലം നമുക്ക് ഇവിടെ വെക്കിയത്. നമുക്ക് ഇവിടെ വെക്കണമെങ്കിൽ പിന്നെ എടുത്തിട്ടും ചെയ്താൽ മതിയോ? ഇവിടെ എന്തായാലും നമുക്ക് വെക്കാം, പിന്നെ ബാക്കിയുള്ള ബ്ലോക്ക്സ് വന്നിട്ട് നമുക്ക് സെറ്റാക്കാം. അപ്പം ഇവിടെ നമുക്ക് മൈൻഡ് ചെയ്യാം. നേരെ അടിയിലേക്ക് തന്നെ. ഞാൻ അടിയിലെത്തും. അടിയിലെത്തി.
അവിടെ കുറച്ച് മൈൻ ചെയ്ത് ഇന്നും കുറച്ച് ഡയറിക്ക് പോവും. നമ്മൾ അങ്ങോട്ട് മൈൻ ചെയ്ത് പോവും. ഇനി നന്നായിട്ട് സ്റ്റോൺസ് വേണം. സ്റ്റോൺസ് നമുക്ക് മെയിൻ തിങ് ഇൻ ദിസ് ഗെയിം. സ്റ്റോൺസ് നമുക്ക് അത്യാവശ്യമുള്ളതാണ്. സ്റ്റോൺസ് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത്. സ്റ്റോൺസ് നമുക്ക് എടുക്കണം. നമുക്കിനി സ്റ്റോണ് കിട്ടിയില്ലോ. അപ്പോൾ നമുക്കിനി ഡേർട്ട് ബ്ലോക്ക് വെച്ച് മേലെ കയറി പോകണം. ഓക്കെ, ആദ്യം ഈ ബ്ലോക്ക് വെച്ചാൽ ഡേർട്ട് ബ്ലോക്ക് വെച്ചു. ആദ്യം ഈ ബ്ലോക്ക് തന്നെ വയ്ക്കാം. വേണ്ട, ഇത് എടുക്കണം. ഡേർട്ട് ബ്ലോക്ക് തന്നെ വയ്ക്കാം. ചേടാ അതിലേ ഒന്നുകൂടി ചേടാ. കിട്ടി. ചാടുക കിട്ടി. ഓ, നമ്മൾ വുഡൻ പ്ലാങ്ക്സ് വെക്കുന്നുണ്ട്, കാരണം സ്പേസ് ഇല്ല. ഇതും വെക്കുന്നുണ്ട് തൽക്കാലം. നമ്മൾ ഇതും വെച്ചിട്ട് നമ്മൾ കയറിയിരിക്കുന്നു. അയ്യോ, ഞാൻ എങ്ങനെയോ വന്നിരിക്കുന്നു കയറിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് റോക്ക് സ്റ്റോൺ ബ്ലോക്ക് ഇവിടെ വെക്കണം. ഒരു ലെയർ നമുക്ക് ഉണ്ടാക്കണം, എന്നാലേ വലിപ്പം വരുള്ളൂ കറക്റ്റ്. പിന്നെ ഞങ്ങൾ വീണുപോയി. കുഴപ്പമില്ല, നമ്മൾ അവിടെ എത്തി വിറച്ചൊന്ന് മേലെ കയറി നിൽക്കണം. ഇവിടുന്ന് ഒരു വോൾ വലിയ കുറച്ച് കട്ടിയുള്ള കുറച്ച് വലിയ വോൾ നമുക്കൊന്ന് ഉണ്ടാക്കണം. ഓക്കെ, വോൾ നമുക്ക് ഉണ്ടാക്കണം. ഓക്കെ, വലിയ വോളായത് കൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ആയിരിക്കും തോന്നുന്നു വീട്ടിൽ. ഓക്കെ, നമ്മളിവിടെ വെച്ചു. ഇനി ഇവിടെ വെക്കണം. ഇവിടെ വെക്കണം. പിന്നെ അവിടെ വരണം വെക്കണം. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോൺ കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റോൺ വേണം. മറ്റേ മേലത്തെ എന്താ പറയുക, പറയാലോ, ആ മേലത്തെ ഇത് ഇങ്ങനെ ചില സമയത്ത് അത് പറയാൻ കിട്ടൂല. അതൊന്നാണ് പ്രശ്നം. മേലത്തെ കിട്ടില്ല, ഷെഡോ എന്തോ അതിന് പറയലോ. ഓ മൈ ഗോഡ്. ഓക്കെ, എനിക്കിനി വയ്യ. ആ വീട് നമ്മൾ കവർ ചെയ്യണം സ്റ്റോൺ വെച്ചിട്ട്. ഓക്കെ, അതിന് നമുക്ക് കുറച്ച് വുഡ് വേണം. എന്തു പറ്റി? ഇല്ലല്ലോ, ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊന്നും പറ്റില്ല. ക്രാഫ്റ്റിംഗ് വുഡൻ പ്ലാങ്ക്സ് വേണം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. ഒരു ചെസ്റ്റ് കൂടി വേണോ? ചെസ്റ്റ് കൂടി ഉണ്ടാക്കിയാൽ നമുക്ക് വൃത്തി ഇതിനുള്ളിൽ കൊണ്ടുവയ്ക്കാം. തൽക്കാലം ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് വെച്ചു. ചെസ്റ്റ് വേണോ? ചെസ്റ്റ് വേണം. നിലമൊക്കെ വെക്കാനുള്ള കിട്ടുള്ളൂ. നമുക്കിവിടെ വെച്ച് കഴിഞ്ഞാൽ നടുക്കിൽ ഫർണസ് വെക്കാം ഉണ്ടാക്കിയിട്ട്. അതിന് വേണ്ടി നമുക്കിപ്പോൾ കുറച്ച് സ്റ്റോണ് എടുക്കണം. അപ്പം ഗൺസൊക്കെ വേണം, പക്ഷെ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം പോയിട്ടൊക്കെ മൈൻ ചെയ്തെടുക്കണം. മൈൻ ചെയ്തെടുത്ത ശേഷം മാത്രമേ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വരുന്നില്ലല്ലോടാ, ഇത് വരുന്നില്ല, മൈനായി വരുന്നില്ല. എൻ്റെ മോനെ, എനിക്കിനി വയ്യടേ. സ്റ്റോൺ പിക്കേഴ്സ് നമുക്ക് ഇതിലൂടെ പോയാലോ? വെറുതെ എന്തിനാ അതിനൊക്കെ ഉപദ്രവിക്കാൻ നിൽക്കണം? ജീവനുള്ള കാര്യമില്ല, പക്ഷെ എന്നാലും വെറുതെ എന്തിനാ അതിനൊക്കെ ഉപദ്രവിക്കാൻ നിൽക്കണേ? ഇതൊന്നു എന്താ പറയുക, എത്തി. ഞാനൊരു ഓട്ടത്തിനെ കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ലത്. അതുകൊണ്ട് ഞാൻ അവിടെ എത്തിയിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് മൈനിങ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റോൺ കുറച്ച് കൂടുതൽ വേണം. സ്റ്റോൺസ് ഇല്ലാതെ പറ്റൂല. സ്റ്റോൺസ് ഇല്ലാതെ തീരെയും പറ്റില്ല മകനെ. ഓക്കെ,
സ്റ്റോൺസ് ഇല്ലാതെ തീരെയും പറ്റൂല. സ്റ്റോൺസ് ഇല്ലാതെ തീരെയും പറ്റില്ല ബോയ്സ്. ഞാൻ എന്തിനും ബോയ്സ് എന്നൊക്കെ പറയണേ. ഓക്കെ ഗൈസ് എന്ന് പറഞ്ഞാൽ മതി. ഇത് മതി. ഓക്കെ സ്റ്റോൺ ഇല്ലാത്തൊന്നും പറ്റൂല ഗൈസ്. ദാറ്റ്സ് ഗുഡ്, ദാറ്റ്സ് ബെറ്റർ. ഓക്കെ ഇപ്പോൾ തിരിച്ചു പോവാം. തിരിച്ചു പോയാൽ ആവശ്യമില്ല ഡേർട്ടൊക്കെ ഇല്ലേ? ചാടാ ഒന്ന് വയ്ക്കുക, അടുത്തത് വയ്ക്കുക, അടുത്തത് വയ്ക്കുക, അടുത്തത് വയ്ക്കുക. കഴിഞ്ഞു, കുഴപ്പമില്ല. ഗ്രാസ് ബ്ലോക്സ് വെച്ച് ഒരെണ്ണോടിയും വെച്ച് കയറി പോവുക. കയറി പോയ ശേഷം നമ്മൾ സ്റ്റോണിൻ്റെ കഴിച്ചപ്പോൾ നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് വീടൊക്കെ. ഓക്കെ അപ്പോൾ നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ? ഉണ്ടോ? ഇതിൻ്റെ മേലെ കാരണം നമ്മളിതിൻ്റെ ഫ്ലോർ മറ്റേ മേലത്തെ സാധനം ഉണ്ടാക്കിയിട്ടില്ല. സ്റ്റോൺ നോക്കിയപ്പോൾ 7 കിട്ടിയിട്ടുണ്ട്. തൽക്കാലം അത് മതി തോന്നുന്നു. നോക്കാം, നമുക്കിപ്പോൾ വെച്ചിട്ട് മേലെ കയറണം. നമ്മൾ മേലെ കയറി ഇവിടെ തൊട്ട് ഫിറ്റാക്കാൻ തുടങ്ങാം. മതിയായിരുന്നു. ഒക്കെ റെഡി. എടാ പിന്നെയും പോടാ. അപ്പോൾ എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒന്നുകൂടി കൊടുത്തിട്ടുണ്ട്. അവണേ ദൈവമേ അവണ്ടെന്ന് തോന്നുന്നു. മതിയായിരുന്നു. പിന്നെ ഓക്കെ. അവലേ ദൈവമേ. അയ്യോ അയ്യടാ എനിക്കിനി വയ്യടാ. അതായത് ഒന്നുകൂടി നമുക്കൊന്ന് കൊടുത്തു നോക്കാം. അവനേ ദൈവമേ. ഓക്കെ നമ്മളാക്കിണ്ട്. ഇവിടെ മറ്റു സാധനം ഉണ്ടായിരുന്നല്ലോ. എന്താ പറ്റിയെന്ന് അറിയില്ല, അത് ശരിയായില്ല. ഓക്കെ നമുക്കിപ്പോൾ സ്നോ ബ്ലോക്ക് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ നമുക്ക് പിന്നെ മേലെ കയറാം. എവിടെ വെച്ചിട്ടുണ്ടായിരുന്നു? ഇവിടെയല്ലേ? ചാടാ. അപ്പോൾ കേസിപ്പോൾ നമ്മളൊക്കെ ഫർണസൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ കുറച്ച് നേരം അടിച്ച് കളഞ്ഞിട്ട് ബാക്കി കുറച്ച് സെറ്റാക്കിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യണേ. അപ്പോൾ മേലത്തെ ഷെഡൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ നമുക്ക് വുഡൻ ഡോർ നമുക്ക് സെറ്റാക്കണം. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഡയറക്റ്റ് ഫിറ്റാക്കാം. കറക്റ്റ് ആവണേ എന്ന് വിചാരിച്ചു. ഓക്കെ ആയില്ലേ? ആയി അടയ്ക്കാം. ഓക്കെ ആയിണ്ട്. ഓക്കെ ആയി കയറാൻ പറ്റുമോ? എന്തായാലും നമുക്കത് കുറച്ച് നോക്കാം. ഇപ്പോൾ നമുക്ക് എന്താ വേണ്ടേ? ഇപ്പോൾ ഡിഫറെൻറ്റ് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ലോബി മോഡറേഷൻ ഇതാണ്. ഇപ്പോൾ ആദ്യം നമ്മൾ ഈ ഷോപ്പിംഗ് കാർട്ടിൻ്റെ അത് എടുക്കുക. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ലോബി മോഡറേഷൻ എടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ സർവൈവലിലേക്ക് ഒരു സർവൈവൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ. ഞാൻ അടുത്ത വീഡിയോയിൽ വിശദമാക്കി. ഇപ്പോൾ നമ്മളിപ്പോൾ ക്രിയേറ്റീവിലാണ് ഈ സെയിം ലോബി, പക്ഷെ ക്രിയേറ്റീവിലാണ് നമ്മൾ നേരത്തെ സർവൈവലായിരുന്നു, പക്ഷെ നമ്മളിപ്പോൾ ക്രിയേറ്റീവിലാണ്. ക്രിയേറ്റീവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞുതരാം. ക്രിയേറ്റീവിൻ്റെ പ്രശ്നം ഇതാണ് ക്രിയേറ്റീവ്. കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് ബ്ലോക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ കുറേ ബ്ലോക്സ് ഉണ്ട്, പക്ഷെ നമ്മളിതൊന്നും എടുക്കാനില്ല വന്നത്. ഒന്നും വരുന്നില്ലല്ലോ? ഇല്ല. അപ്പോൾ നമ്മൾ ഇതൊന്നും എടുക്കാനില്ലെന്ന് നമ്മൾ വന്നത് മെയിനായിട്ട് വെപ്പൺസ് എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് അതിന് പോവാം. ഓക്കെ നമ്മൾ മെയിൻലി വെപ്പൺസ് എടുക്കാൻ തന്നെയാണ് വന്നത്, വേറെ ഒന്നും എടുക്കാനല്ല വന്നത്. ഓക്കെ അവിടെ ഡയമണ്ട് ബ്ലോക്സ് ഉണ്ട്, പക്ഷെ നമ്മൾ ഡയറക്റ്റ് ഡയമണ്ട് ആർമറാണ് എടുക്കാൻ പോണേ. ഓക്കെ അപ്പോൾ കുറേ ബ്ലോക്സ് കാണുന്നുണ്ട്, പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമുക്ക് വേണ്ടത് വെപ്പൺസ്, കുറച്ച് സ്ട്രോങ് ഡോർസ് അതോ കുറേ ഡോർസ് ഉണ്ടല്ലോ ഇതിൽ. പ്ലം ഡോർ ഒക്കെ ഉണ്ട്, പിന്നെ ചെഡർ ഡോർ ഉണ്ട്, പൈൻ ഡോർ രസമുണ്ടല്ലോ. പൈൻ ഡോർ പിന്നെ സ്പെക്ട്രക്കൽ ഡോർ. നമുക്ക് പൈൻ ഡോർ എടുക്കാം തന്നെ, അത് തന്നെയായിരിക്കും നല്ലത്. നമുക്ക് പൈൻ ഡോർ എടുക്കാം. പൈൻ ഡോർ എടുത്ത് വയ്ക്കുന്നുണ്ട് ഞാൻ. ഇനി നമുക്ക് വേണ്ടത് വെപ്പൺസ്. ഡോറ് കിട്ടി, നമുക്ക് ഇനി വെപ്പൺസ് വേണം. വെപ്പൺസ് അറിയാലോ, ഭ്രാന്തൻ ഓഫ് വെപ്പൺസ്. സോ ഇതിൽ വെപ്പൺസ് ഉണ്ടെന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു. അപ്പോൾ അതെടുക്കാനാണ് നമ്മൾ വന്നിരിക്കണം. വെപ്പൺസ് ഇത് കുറേ ഫ്രൂട്ടും മീറ്റൊക്കെയാണല്ലോ. വെപ്പൺസ് കാണും, കുറേ ബ്ലോക്സൊക്കെ. വെപ്പൺസ് പോർഷൻസ് കുറേ പോർഷൻസ് ഉണ്ടോ? ദേ ഡയമണ്ട് പിക്കാക്സ് ഒക്കെ. നമുക്ക് ഡയമണ്ട് പിക്കാക്സ് എടുത്തു. അടിയിൽ പോയി ഡയമണ്ട് എന്തെങ്കിലും ഉണ്ടാവോ?
ഓ ഡയമണ്ട് സോഡ്. ഇനി അടിയിൽ പോയാൽ ഡയമണ്ട് ക്രോസ് ബോ എന്താ, പക്ഷെ നമ്മളത് എടുക്കുന്നില്ല. നമ്മൾ ഡയമണ്ട് ആർമർ എടുക്കാനാണ്. ഓ യാ, ഡയമണ്ട് ആർമർ കിട്ടി, ലെഗിങ്സ് കിട്ടി, ഹെൽമെറ്റ് കിട്ടി, ഷൂസ് കിട്ടി. പിന്നെ മറ്റേ നടുക്കിൽ വെക്കണ സാധനമല്ലേ, ഒരു എന്താ പറയുക ഇതിനെ, എനിക്കറിയില്ല അതെന്താണ് പറയുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ മാറ്റി ഡയമണ്ട് ആക്കി വെക്കാൻ പോവാണ്. ഓക്കെ, എൻ്റെ ആർമറൊക്കെ മാറ്റി ഡയമണ്ട് ആക്കാൻ പോവാണ് ഞാൻ. ഓക്കെ, ഡയമണ്ട് ആക്കാൻ പോവാനല്ല, ഇതൊക്കെ ഡയമണ്ട് ആക്കാൻ പോവാണ്. ഒന്നും വിടില്ല, ഒക്കെ ഡയമണ്ട് എന്ന് വെച്ചാൽ ഒക്കെ ഡയമണ്ട്. മറ്റേ സാധനം കണ്ടുപിടിക്കും, മറ്റേ നടുക്കിലുള്ളത്. അതെ കിട്ടി. എനിക്ക് തീർത്തിട്ട് ഇവിടെ വയ്ക്കാം. ഓക്കെ, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതേ വെപ്പൺസ്, ലെറ്റ്സ് ഗോ. വെപ്പൺസൊക്കെ ഓരോ വെപ്പൺസ് എടുത്ത് വയ്ക്കാം. ഓ, അതേതോ വെപ്പൺസ്, സ്കാർ, വൺ ഓഫ് ദ FMR, GMP എന്തോ, GPMG, M16, പിന്നെ TAR 21, പിന്നെ MP40, സ്ട്രൈക്കർ, ഡബിൾ ബാരൽ ഷോട്ട് ഗണ്ണ്, പിന്നെ മിനി ഗണ്ണ്. ഓ മൈ ഗോഡ്, മൈ ഫേവറേറ്റ്സ് എല്ലാം ഉണ്ട് ഇതിൽ. നമുക്ക് എന്തൊക്കെയുണ്ട്? അയൺ ട്രോഫി വേണ്ട. ഓ, മൈനിങ് ഗ്രനേഡാ. ഓക്കെ, അത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ മൈനിങ് ഗ്രനേഡ് നമ്മൾ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. പിന്നെ GMB ഒന്ന് നമ്മൾ എടുത്തേക്കുന്നുണ്ട്. റോക്കറ്റ് ലോഞ്ചർ അല്ലേ ഇത്? റോക്കറ്റ് ലോഞ്ചർ RPG അല്ലേ ഇത്? RPG, ലെറ്റ്സ് RPG. ഓ, ഗ്രനേഡ് ഈ ഗെയിമിലുണ്ട്. മോനെപ്പൊളി, ഗ്രനേഡും ഈ ഗെയിമിലുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രനേഡ് നമുക്ക് കിട്ടി. പിന്നെന്താ കിട്ടിയത്? മൈനിങ് എന്നുവെച്ചാൽ മൈനിങ് ബോംബ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എങ്ങനെ നമുക്കിതിൽ ഗൺസൊക്കെ എടുക്കാൻ പറ്റുമെന്ന്. അതുപോലെ ചെയ്ത് നമുക്ക് ഫ്രീ ഗൺസ് എടുക്കാൻ പറ്റും. പക്ഷേ എൻ്റെ ഫ്രണ്ട് പറഞ്ഞതാണ്, എനിക്കറിയില്ല അറിയില്ലാന്ന്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞതാണ് നിങ്ങൾക്ക് ഈ ഗൺസൊക്കെ ആക്സസിബിൾ ആവുന്നത്, ഡയറക്റ്റ്ലി ആക്സസിബിൾ ആവുന്നത് നിങ്ങൾ ഈ ലോബിയുടെ നിങ്ങൾ ചൂസ് ചെയ്യണ ലോബിയുടെ അഡ്മിൻ ആവണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അഡ്മിൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ്, അഡ്മിൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നുവെച്ചാൽ അഡ്മിനായിട്ട് നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഇങ്ങനെ കൊടുക്കാം, വെപ്പൺസ് എടുത്ത് കൊടുക്കാം. അത് മാത്രമേ ചെയ്യാൻ പറ്റില്ല, അല്ലാതെ അവർക്ക് പോയിട്ട് ഡയറക്റ്റ് വെപ്പൺസ് നിർക്കാൻ പറ്റില്ല. ഓക്കെ സോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട്. അതിൻ്റെ ശരിക്കും ഞാനത് കുറച്ച് കോൾ വന്നാൽ ക്ഷമിക്കണം. അപ്പോൾ ഇത് കുറച്ച് ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ കുഞ്ഞിതാക്കിയത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ വേണ്ടത് എന്തെടുക്കാൻ വന്നത്? നമ്മൾ തന്നെ ഒരു ഷീപ്പ് എന്നെ കുറച്ച് നേരമായിട്ട് എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഷീപ്പ് അവിടെ ഉള്ളത് അവനെ ഞാൻ പണി കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിന് മുന്നേ ഞാൻ ട്രൈ ചെയ്ത് ആയിട്ടുണ്ട്. ഓക്കെ, അവൻ ആ ഷീപ്പില്ലേ മൂടുന്ന വെച്ചിട്ട് അവൻ കുറേ നേരമായിട്ട് എന്നെ ഗ്ലിച്ചടിപ്പിച്ചുകൊണ്ടിരിക്കുക. എനിക്കവൻ ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഫുൾ കൊന്നിട്ടാണ് നിങ്ങളിവനെ കണ്ടില്ലേ? ഇതാണ് ടെലപ്പോർട്ട് പോകും അങ്ങോട്ടും ഇങ്ങോട്ടും. കണ്ടില്ലേ എന്താണ് അവിടെ? എന്തിനാട്ടെ ടെലപ്പോർട്ടായി പോവാം അങ്ങോട്ട്. എന്താ പ്രശ്നം? അതെ, എൻ്റെ പിഗും പോയി. ഇതാണ് പ്രശ്നം. ചില സമയത്ത് ഗെയിമിൽ ഇങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ടെലപ്പോർട്ട് പോയി. ഇന്നാളും ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇത് മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. എന്നാലും ഞാൻ പറയാം, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ചപ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു. അവന്മാർ പറഞ്ഞത് ഞാൻ എയറിൽ നിൽക്കും, ഞാൻ അങ്ങോട്ട് പറഞ്ഞു പോകും, ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു പോകും. പക്ഷെ എൻ്റെ ഗെയിമിൽ എനിക്ക് ഒന്നും കാര്യം അക്സസിബിൾ ആവണില്ല. പക്ഷെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുക നോർമൽ കളിക്കണ പോലെ. എനിക്കൊക്കെ ലൈക്ക് ഇപ്പോൾ ട്രീസൊക്കെ ബ്ലോക്കൊക്കെ കട്ട് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷെ എനിക്കത് ആക്സസിബിൾ ആവണില്ല. ഇങ്ങനെ ഈ ഗെയിമിൽ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ക്ഷമിക്കണം. പക്ഷെ കുഴപ്പമില്ല. ഞാനിപ്പോൾ എന്തായാലും ചെയ്താൽ ഷീപ്പിന് ഞാനിപ്പോൾ വൂള് വെച്ച് ബ്ലോക്ക് ചെയ്തുവിടാം, കട്ട് ചെയ്ത് കളയാം. എന്താ ഷീപ്പിനെ നമുക്ക് കൊല്ലാം, എന്തായാലും ഞാൻ കൊല്ലും. അത് എന്തൊക്കെ ഞാൻ ചെയ്യണേ? ഷീപ്പിനെ ഞാനിന്ന് കൊന്നിട്ട കാര്യമുള്ളൂ. ഈ ഷീപ്പിനെ ഞാനിന്ന് കൊല വിളിക്കും.
ഭ്രാന്താന്ന് കൂട്ടിക്കോ. അപ്പോൾ ഞാൻ സക്സസ്ഫുള്ളി ആ ഷീപ്പിനെ കൊന്നിരിക്കുന്നു. കുറേ നേരത്തെ പരിശ്രമം കാരണം ഞാൻ ആ ഷീപ്പിനെ കൊന്നിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ പരിപാടിയൊന്നും ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്കൊരു ബെഡ് ഉണ്ടാക്കണം. അപ്പോൾ ബെഡ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ബെഡ് ഘടിപ്പിക്കണം. ഏത് ബെഡ് ശരിക്കും? അയൺ ബാർ നമുക്ക് ആവശ്യമുണ്ടോ? നമുക്ക് അയൺ ബ്ലോക്ക് ഉണ്ട്, അതുകൊണ്ട് തന്നെ അയൺ ബാർ ഉണ്ട്. എടുക്കണോ? എന്തൊക്കെ ഞാൻ എനിക്കൊന്നും മനസ്സിലാവും. എന്തെങ്കിലും ആവട്ടെ. അതെ, ബെഡ് കിട്ടി. നമുക്ക് ബെഡ് ആവശ്യമുള്ളതാണ്. അപ്പോൾ നമുക്ക് ബെഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ബെഡ് എടുക്കണം. ഈ ബെഡ് ഇവിടെ വെക്കാനുള്ളതാണ്. ബെഡ് നമുക്കിവിടെ വെക്കാനുള്ളത്. വെക്കാൻ വേണ്ടിയല്ലോ. എന്താ പറ്റണേ? ബെഡ് നമുക്കിവിടെ വെക്കാനുള്ളതാടാ. ഐ ബെഡ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുമോ? നോക്കിയേ. എന്തോ നമുക്ക് ഇടുന്നോ? സെറ്റ് സ്പോൺ പോയിന്റ്. ഇതെന്താ പറ്റിയത്? എന്തുണ്ടല്ലോ, ഡീൽ മോർ ഡാമേജ് ഫോർ 10 minutes എന്തൊക്കെയുണ്ട്. നമുക്ക് എന്തോ ഹീൽ ചെയ്യാനുള്ള എന്തോ സെറ്റപ്പൊക്കെ ഞാൻ തോന്നുന്നു. അതുപോലെ ഗെയിമിൽ ബെഡൊന്നും യൂസ് ചെയ്തില്ല, അതുകൊണ്ട് എനിക്കത്ര അറിയില്ല എന്തൊക്കെയാണ് മെക്കാനിസം എന്തൊക്കെയുണ്ട് ഇതിൽ. അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോ ചെയ്യാനൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ അടുത്ത വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് ഫ്ലോറും ഈ ഇർക്സം പിഗിന് ഒരു എന്താ പറയുക ഒരു ഷെൽട്ടറും ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഫെൻസ് വെച്ചാണെങ്കിൽ ഫെൻസ് വെച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക് വെച്ച് അവനൊരു നല്ലൊരു ഹോം ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും. ഞാൻ ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടാവുക. പിന്നെ എന്താ പറയുക, അടുത്ത വീഡിയോയിൽ മെയിൻലി ഹണ്ടിങ്, ബിൽഡിങ്, പിന്നെ ഞാൻ ആ വീഡിയോയിൽ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ രണ്ട് പാട്ടാണല്ലോ. അപ്പോൾ നമ്മൾ സ്റ്റോപ്പാവും. പിന്നെ നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കുറച്ച് ഗെയിംസ് കളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗെയിമിലേക്ക് തിരിച്ച് വന്നിട്ട് നമ്മൾ ട്രാവൽ പോകാൻ പോകണം. എന്ന് വെച്ചാൽ വീട് നമ്മളിവിടെ അബാൻഡൻ ചെയ്യും, പക്ഷെ നമ്മൾ ബ്ലോക്സൊക്കെ നമ്മൾ തിരിച്ചെടുക്കും. പ്ലസ് ഫർണസ്, ചെസ്റ്റ്, ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ നമ്മളെടുക്കും. എന്നിട്ട് നമ്മളൊരു ബിഗ് ജേണി പോകാൻ. ഇതിൽ വില്ലേജസും കണ്ടുപിടിച്ചിട്ട്, പക്ഷെ എന്നാലും ഒരു വില്ലേജ് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയാലോ. അപ്പോൾ അതിനു വേണ്ടി നമ്മളൊരു ബിഗ് ജേണി പോകുന്നതായിരിക്കും ഒരു വീഡിയോയിൽ. അപ്പോൾ അതൊന്ന് കാണാൻ എല്ലാവരും ശ്രമിക്കുക. ഓക്കെ, നമുക്കിപ്പോൾ ഡയമണ്ട് ഉള്ളത് കൊണ്ട് ഞാനതൊക്കെ പൊതിച്ചു. ഡയമണ്ട് അത്ര യൂസ്ഫുൾ അല്ല. ഞാനൊക്കെ പൊട്ടിച്ചെടുക്കണ്ടല്ലോ. ഇതൊക്കെ എനിക്ക് എന്താ? ഞാൻ മേലേക്ക് കയറി പോയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തു? എന്തൊക്കെ ചെയ്യണേ? ഇത് കുറ്റിയിട്ടുണ്ട് മേലേക്ക് പോവാൻ. നമ്മൾ മേലെ എത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് നമുക്ക് കുറച്ച് മൈൻ ചെയ്യണം. അപ്പോൾ ഒരു മൈൻ കണ്ടുപിടിക്കണം. നമുക്ക് അടിയിൽ പോയി മൈൻ ചെയ്യാം. നമുക്ക് മെയിൻലി അയണും കോളൊക്കെ മൈൻ ചെയ്യാൻ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ഹോസൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ ടൈം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലാവാ, എനിക്കിഷ്ടമുള്ള ലാവ. ഇവിടെ നമുക്ക് വെള്ളം കിട്ടിയാലും നമുക്ക് സിലിനൊക്കെ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നെതർ പോർട്ടിൽ എന്തെങ്കിലും ചെയ്യാം. ഫ്ലിൻറ്റ് വേണ്ടായിരുന്നു. ഓക്കെ, ചാവൂന്ന് അറിഞ്ഞിട്ട് ഞാൻ അതിൽ പോയി ചേർന്നൊരു പൊട്ടത്തരം. എന്നാലും ഇതിൽ ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീലൊന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുകയായിരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ ക്യാരക്ടർ. ഞാനിത് പെണ്ണാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ആവട്ടെ. ഇതാണ് നമ്മൾ നോക്കണോ, ഡയമണ്ട് ആർമറൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് കൂടി നടക്കണുണ്ട്. ഇതാണ് നമ്മൾ റെയർ ഗെയിമർ 1 2 3 വീണ്ടും വിളിച്ചില്ലേ. ഇതാണ് നമ്മൾ റെയർ ഗെയിമർ 1 2 3. എൻ്റെ ലോബിയുടെ പേരാണ് ഡ്രീം ഡെൽറ്റ. ഞാൻ ഡ്രീം എങ്ങനെയാണ്? ഡ്രീം. ഓക്കെ, ഡ്രീം ഡെൽറ്റ 377494. ഓക്കെ, നല്ല പേരുകളൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ തന്നെ ഒരു ലോബി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. വേണമെങ്കിൽ വന്ന് കയറുക കുരങ്ങന്മാരെ എന്ന് പറഞ്ഞ് ഞാൻ തുടരുകയാണ്. ഇതെല്ലാം ചേർന്ന് പോകുന്നില്ല, കാരണം ഇതെൻ്റെ പ്രൈവറ്റ് ലോബിയാണ്. എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ എൻ്റെ പാസ്വേഡൊക്കെ അടിച്ചു കൊടുത്താൽ പറഞ്ഞാൽ ലിങ്കൊക്കെ അയച്ചാൽ മാത്രമാണ് അവർ കയറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. ഓക്കെ,
അപ്പോൾ ഗൈസ് നമുക്ക് കുറച്ച് മേപ്പിൾ പ്ലങ്സ് ഉണ്ടാക്കാം. കുറച്ച് അതൊന്നും വേണ്ട. സ്വാഡ് ഉണ്ടാക്കണോ ചെയ്യണമെങ്കിൽ എൻ്റെ ലീഡുണ്ടല്ലോ ഉടൻ ഉണ്ട്. ഞാൻ നിന്നെ പിടിച്ചിരിക്കണേ. ഓക്കെ ഒന്നും വേണ്ട. ലാഡർ വേണം. ലാഡർ വേണ്ട. എനിക്ക് വേണം. എനിക്ക് മേലെ പോയിട്ട് മറ്റു സാധനങ്ങളൊക്കെ സെറ്റാക്കാനുള്ളതാ. വെയിറ്റ്, അത് നമുക്ക് ലാഡർ ഫിറ്റാക്കണം. മുന്നേ ഇവിടെ തന്നെ ലാഡർ. എൻ്റെ ലാഡർ ഇവിടെ കാണിച്ചിട്ട് ലാഡർ ഉണ്ടാക്കുക. 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 20. ഓക്കെ, അതിന് ജസ്റ്റ് വെറുതെ വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ലാഡർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് വെച്ച് നമ്മളെ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകാൻ വെക്കണമെന്നാണ് ഞാൻ. ഓക്കെ, 2 ഓ മൈ ഗോഡ്, അത് ഞാൻ വിചാരിച്ചില്ല. ഓക്കെ, നമുക്ക് എന്തായാലും കളയാം. നമുക്ക് ഇതിൻ്റെ മേലേക്ക് വെക്കണം. അപ്പോൾ കയറി പോണ വരും. കയറി പോകാൻ പറ്റുന്നോ പ്രശ്നം. വെച്ചു. ഓക്കെ, ലാഡർ റെഡി ഉണ്ട്. നമുക്ക് ഈസിയായി കയറി പോകാനും പറ്റും. റെഡി ആയിട്ടുണ്ട്. ഓക്കെ, തരും. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ നിർത്താറായി. കുറേ നേരമായി. അതുകൊണ്ട് ഞാൻ പിന്നെയും ഒരു വീഡിയോയുടെ ഇൻട്രോ ഒന്നുകൂടി എടുത്തത്. അപ്പോൾ നമുക്ക് വീഡിയോ ഇപ്പോൾ നിർത്താൻ കുറേ നേരമായിട്ടുണ്ട്. ഓക്കെ, സോ ഗൈസ്, എപ്പോഴും പറയാൻ പോലെ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. പിന്നെ ഫുള്ളും വീഡിയോയും കാണാൻ ഇരുന്നിട്ട് പിന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം. സോ ഗൈസ്, ബൈ.